ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ കാരണങ്ങൾ സംബന്ധിച്ച് LDFിലെ പ്രധാന കക്ഷികൾ CPMും CPIയും ഇപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM ആദ്യം സംസ്ഥാന സമിതി ചേർന്നു, അതിനുശേഷം ജില്ലാ കമ്മിറ്റികൾ ഇക്കാര്യം ചർച്ച ചെയ്തു. അവിടെ നിന്ന് ഡൽഹിക്ക് പോയി കേന്ദ്ര കമ്മിറ്റി അവിടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി, അത് മേഖലാ സമ്മേളനങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ CPI അവരുടെ സംസ്ഥാന കൗൺസിൽ ചേർന്ന് ഇത് സംബന്ധിച്ച ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുന്നണിയിലെ മറ്റേതെങ്കിലും പാർട്ടി ഈ കാര്യത്തിൽ അത്ര ഗൗരവമായ ചർച്ച നടത്തിയതായി കണ്ടില്ല. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ മാണി ഗ്രൂപ്പ് ഒരു വിഷയം തോൽവിയുടെ കാരണമല്ല എന്ന് കണ്ടുപിടിച്ചു. അതായത് കോട്ടയത്ത് അവരുടെ സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴിക്കാടനെ പാലായിൽ നടന്ന ഒരു യോഗത്തിൽ പിണറായി വിജയൻ നന്നായിട്ട് അപമാനിച്ചു വിട്ടു. ചാഴിക്കാടൻ പിന്നീട് പറഞ്ഞു അത് തോൽവിക്ക് കാരണമായെന്ന്. പക്ഷേ ജോസ് കെ മാണി, അതായത് KM മാണിക്ക് ശേഷം ആ പാർട്ടി സ്വന്തം കീശയിലാക്കി സൂക്ഷിച്ചിരിക്കുന്ന ജോസ് കെ മാണി പറഞ്ഞു ആ ഒരു പ്രസംഗം അതുകൊണ്ട് മാത്രം ഒരു പരാജയം സംഭവിച്ചിട്ടില്ല എന്ന്. ഈ പരാജയ കാരണങ്ങൾ കണ്ടെത്തുന്ന രീതി, അവർ പറയുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന കാരണങ്ങൾ, അത് നമ്മളോട് വിശദീകരിക്കുന്ന അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്ന രീതി, ഇതൊക്കെ നമ്മളിൽ ചിരി ഉണർത്തും. ഇനി അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോഴും നമുക്ക് ചിരി വരും. പക്ഷേ ഇത്തവണ CPI ആണ് നമ്മളെ ഇക്കാര്യത്തിൽ കൂടുതൽ ചിരിപ്പിക്കുന്നത് എന്നതാണ് വാസ്തവം. CPM ആകട്ടെ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും തൊടാതെ കാണിക്കുന്ന ചില ഞാണിന്മേൽ കളികളും അതുപോലെ തന്നെ തറവേലകളും നമ്മളെ ചിരിപ്പിക്കുന്നതാണ്. പക്ഷേ CPI വാസ്തവത്തിൽ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്നുണ്ട് കേട്ടോ. CPM അത്രയ്ക്ക് വരുന്നില്ല. കാരണം ഉപ്പോളം വരില്ലോ ഉപ്പിലിട്ടത്. 4-5 പ്രധാന കാരണങ്ങളാണ് CPIയുടെ നേതൃയോഗത്തിൽ ഉയർന്നു വന്നത്. ഇതൊക്കെ ശരിയാണ്, നമ്മളതിനോടൊന്നും തർക്കിക്കാൻ നിൽക്കുന്നില്ല. അതിൽ പ്രധാന കാരണം സർക്കാരും മുന്നണിയും പിണറായി വിജയനിലേക്ക് അങ്ങ് ചുരുങ്ങി. മുന്നണിയും ഭരണവും പാർട്ടിയും എന്ന് പറയുന്നില്ല കേട്ടോ. CPM എന്ന് പറയുന്ന പാർട്ടി പിണറായിയിലേക്ക് ചുരുങ്ങി എന്ന് പറയാൻ CPIക്ക് എന്താ കാര്യം? അതുകൊണ്ട് അക്കാര്യത്തിൽ അവർ വളരെ കൃത്യമായ നിശബ്ദത പാലിക്കുകയാണ്. മറ്റൊരു കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണം. അത് പിണറായി കേന്ദ്രീകൃതമായിരുന്നു. പിണറായി എന്ന് പറയുന്ന ഒരൊറ്റ നേതാവിനെ കേന്ദ്രീകരിച്ചാണ് സംസ്ഥാനത്തുടനീളം പ്രചാരണം നടത്തിയത്. അതൊരു പ്രധാന കാരണമായി. കാരണം നമ്മുടെ ബിനോയ് വിശ്വത്തെ കൂടെ കൊണ്ടുപോയില്ല എന്നുള്ളൊരു കൊതിക്കറുവാണ് അതിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. മൂന്നാമത്തേത് CPM ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരമാണ്. അവരതിനെ വേറൊരു രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ മുൻഗണനാക്രമം പിഴച്ചു. അതുകൊണ്ട് തന്നെ ക്ഷേമ പദ്ധതികൾ മുടങ്ങി, പെൻഷനുകൾ മുടങ്ങി, സപ്ലൈകോ വഴിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിതരണം മുടങ്ങി. സപ്ലൈകോയിൽ ഒരു സാധനം ഉണ്ടായിരുന്നില്ല തിരഞ്ഞെടുപ്പാകുമ്പോഴേക്ക്. മറ്റൊരു പ്രധാന കാരണം പറയുന്നത് EP ജയരാജനെ കുറിച്ചാണ്. അദ്ദേഹം ഒരു നല്ല കൺവീനർ ആയിരുന്നില്ല എന്ന് CPI വിലയിരുത്തുന്നു. അദ്ദേഹം ആ പദവിക്ക് അനർഹനാണ്. നമുക്കറിയാം, അദ്ദേഹം പലപ്പോഴും പാർട്ടിയോട് പിണങ്ങി ഏകോപന സമിതി യോഗങ്ങളിൽ പങ്കെടുക്കാറ് പോലുമില്ലായിരുന്നു. വല്ലപ്പോഴുമാണ് തിരുവനന്തപുരത്തേക്ക് തന്നെ വരിക. അതുപോലെ അദ്ദേഹം BJP നേതാവ് കേരളത്തിലെ പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ ചർച്ച നടത്തിയെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് അദ്ദേഹം ഇത് കേരളത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. പണ്ട് നമ്മുടെ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് VS അച്യുതാനന്ദൻ ചെയ്ത അതേ കളി. അന്ന് അദ്ദേഹം TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ KK രമയെ പോയി കണ്ട് ആശ്വസിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതിൻ്റെ ചിത്രങ്ങൾ വന്നു. അതെങ്ങനെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നറിയാം. അങ്ങനെ ജയരാജൻ്റെ EP ജയരാജൻ്റെ രീതികൾ, അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ ഒരു തരത്തിലുള്ള വഞ്ചനാപരമായിരുന്നു എന്നാണ് CPI വിവരിക്കുന്നത്. പരാജയ കാരണങ്ങളായി ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളെപ്പറ്റി നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അതിലെ ഒരു കള്ള രാഷ്ട്രീയമുണ്ടല്ലോ, അതാണ് നമ്മെ ചിരിപ്പിക്കുന്നത്. അതായത് കൊള്ളമുതലൊക്കെ പങ്കിട്ട് മൃഷ്ടാന്നം ഭക്ഷണം കഴിച്ചതിന് ശേഷം കൊള്ള ചെയ്തവനെ പിടികൂടിയപ്പോൾ തള്ളിപ്പറയുന്നതിന് തുല്യമായ ഒരു രാഷ്ട്രീയ കളിയാണ് ഇവിടെ CPI കളിച്ചിരിക്കുന്നത്. CPI എന്ന് പറഞ്ഞാൽ ആരാ? ഇടതുമുന്നണിയുടെ രണ്ടാമത്തെ കക്ഷിയാണ്. കൂടെ കിടക്കുന്ന ഒരു പാർട്ടിയാണ് CPMനൊപ്പം. അപ്പോൾ ഈ രാപ്പനി അറിയുക മാത്രമല്ല, നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും കയറ്റിറക്കങ്ങൾ പോലും മനസ്സിലാക്കേണ്ടതാണ് CPI.
പക്ഷേ CPI ഇതൊന്നും അറിഞ്ഞില്ല കേട്ടോ. അതായത് ഈ സർക്കാരിനെതിരെ ജനവിരുദ്ധ വികാരം വളർന്നു വരുന്നത് അതങ്ങനെ അലയടിച്ചുയരുകയായിരുന്നു കുറേ കാലമായിട്ട്. ഇതൊന്നും CPI എന്ന് പറയുന്ന ഈ രണ്ടാം കക്ഷി അറിഞ്ഞില്ല. രണ്ടാം കക്ഷി എന്ന് പറഞ്ഞു നടക്കുന്നതല്ലാതെ എന്താണ് മുന്നണിക്കുള്ളിൽ, എന്താണ് സർക്കാരിനുള്ളിൽ സംഭവിക്കുന്നത് എന്ന് ആ പാർട്ടി അറിഞ്ഞില്ല. ഈ ഒരു അഭ്യാസം ഉണ്ടല്ലോ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കൊള്ളസംഘത്തിൻ്റെ തലവനെ പിടിക്കുമ്പോൾ കൂട്ടാളികൾ ചെയ്യുന്ന ആ കള്ളത്തരം, അതാണ് നമ്മെ CPIയുടെ ഈ ചർച്ച കാണുമ്പോൾ ഓർമ്മിപ്പിക്കുന്നത്, നമ്മെ ലേശം ചിരിപ്പിക്കുന്നത്. എങ്ങനെയാണ് സർക്കാരിൻ്റെ മുൻഗണനകൾ പിഴച്ചത്? എങ്ങനെയാണ് സപ്ലൈകോയിൽ അരിയോ പരിയോ പയറോ ഒന്നും കൊടുക്കാനാവാത്ത വിധം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്? ക്ഷേമ പെൻഷനുകൾ ഏതു കാരണത്താലാണ് മുടങ്ങിയത്? ഖജനാവിൽ ഒരു ദമ്പിടി പോലുമില്ലാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് ഈ വക ഏടാകൂടങ്ങളൊക്കെ ഈ മുന്നണി അല്ലെങ്കിൽ ഈ ഭരണം നേരിടേണ്ടി വന്നത്. അതിൻ്റെ കാരണം എന്തായിരുന്നുവെന്ന് CPI എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ധൂർത്ത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ധൂർത്ത്. CPMകാർ പ്രതിയായ കൊലക്കേസുകളിൽ CBI അന്വേഷണത്തെ തടയുന്നതിന് ഡൽഹിയിൽ നിന്ന് കോടികൾ ഫീസ് കൊടുക്കേണ്ട അഭിഭാഷകരെ കൊണ്ടുവന്ന് കേസ് നടത്തിച്ചത്, അതുപോലെ ഈ കേരളീയം ജനകേരള സദസ്സ് അല്ലെങ്കിൽ നവോത്ഥാന സദസ്സ്, നവകേരള യാത്ര, ലോക കേരള സമ്മേളനം, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ധൂർത്തുകൊണ്ട് നമ്മുടെ ഖജനാവ് ശോഷിക്കുകയും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താനോ അതുപോലെ അത്യാവശ്യ ചെലവുകൾക്ക് നൽകാനോ പോലും പണമില്ലാത്ത അവസ്ഥ വരികയും ചെയ്തു. അപ്പോഴൊന്നും ഈ CPI മുന്നണിയിൽ ഉണ്ടായിരുന്നില്ലേ? സർക്കാരിൽ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഈ നേരത്തെ പറഞ്ഞ കേരളീയം അല്ലെങ്കിൽ നവകേരള യാത്ര പോലെയൊക്കെയുള്ള കെട്ടുകാഴ്ചകൾ എന്തിനായിരുന്നു? അത് വളരെ ബോധപൂർവം കേരള ഭരണത്തെ, കേരളത്തെ തന്നെ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കിക്കൊണ്ടുവരാനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങളായിരുന്നു. ഇടതുമുന്നണിയിലെ നിങ്ങളുടെ പ്രതിനിധികൾ ഇതൊന്നും അറിഞ്ഞില്ലെന്നാണോ ഇപ്പോൾ പറയുന്നത്? 4 മന്ത്രിമാരുണ്ടല്ലോ സർക്കാരിൽ, അവരാരും ഇത് അറിഞ്ഞിട്ടില്ലേ? ഈ 1.5 കോടി രൂപയുടെ ആഡംബര ബസ്സിൽ കാസർഗോഡ് തിരുവനന്തപുരം വരെ നടത്തിയ ഈ എഴുന്നള്ളിപ്പിൽ നിങ്ങളുടെ 4 മന്ത്രിമാരും ഉണ്ടായിരുന്നില്ലേ? ഇതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും കല്ലുകൊണ്ടും തല്ലിച്ചതയ്ക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ തന്നെ പ്രോട്ടോക്കോൾ മറന്ന് അവരെ ഊടുപാടി ചതയ്ക്കുമ്പോൾ നിങ്ങളുടെ മന്ത്രിമാരും ഈ മറ്റു മന്ത്രിമാരുടെ കൂട്ടത്തിൽ ഈ ബസ്സിലിരുന്ന് പൊട്ടി ചിരിക്കുകയായിരുന്നില്ലേ? ഇപ്പോൾ നിങ്ങൾ CPMനെതിരെ അല്ലെങ്കിൽ CPMൻ്റെ നേതൃത്വത്തിനെതിരെ ഈ പരാതിയുമായി വരുന്നു. അതാണ് ഏറ്റവും രസകരമായ കാര്യം. സ്വന്തം വകുപ്പാണല്ലോ സപ്ലൈകോ. പണ്ട് തൊട്ട് CPIക്കാരെ ഭരിക്കുന്ന ഒരു വകുപ്പ് ഇടതുപക്ഷം വരുമ്പോൾ ഇവിടെ ഈ ന്യായവിലയ്ക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യസാധനങ്ങൾ നൽകുന്ന സംവിധാനം ഉണ്ടാക്കിയതിൽ CPIക്ക് ഒരു വലിയ പങ്കുണ്ട്. നിങ്ങളുടെ ആ വകുപ്പ് നടത്തുന്ന സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ നാഴി അരി എടുക്കാനില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയപ്പോൾ നിങ്ങളാരെങ്കിലും ഒന്ന് നാവ് തുറന്ന് സംസാരിച്ചോ? നിങ്ങളുടെ നാവ് അപ്പോൾ നായരമ്പലത്ത് പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ബിനോയ് വിശ്വം, നമ്മുടെ പുതിയ സംസ്ഥാന സെക്രട്ടറി, ഒരു വിപ്ലവകാരിയാണ്, യുവ വിപ്ലവകാരി എന്ന് ഞാൻ അദ്ദേഹത്തെ പറയാം. അദ്ദേഹം ഇപ്പോൾ SFIക്കാരെ ചട്ടം പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. നല്ല കാര്യമാണ്, അവർ നന്നായിട്ട് മറുപടി കൊടുക്കുന്നുമുണ്ട്. ഈ വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു പയ്യനെ, ഒരു ചെറുപ്പക്കാരനെ ഈ SFIക്കാർ തല്ലിക്കൊന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പളിന് പ്രതീകാത്മകമായ അവരുടെ ശവസംസ്കാരം നടത്തിയപ്പോൾ, തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു സഹപ്രവർത്തനെ കുത്തിയപ്പോൾ, അതിനുശേഷമായി SFIയുടെ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വന്നു. അങ്ങനെ 100 SFIയുടെ ഇത്തരത്തിലുള്ള കിരാത പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ ഈ ബിനോയ് വിശ്വം എവിടെയായിരുന്നു? അല്ലെങ്കിൽ CPI എവിടെയായിരുന്നു? ഇവിടെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് AISF, CPIയുടെ വിദ്യാർത്ഥി സംഘടന, ഈ SFIയുടെ തെറ്റായ പോക്കിനും നീക്കങ്ങൾക്കും നടപടികൾക്കുമെതിരെ വല്ലപ്പോഴുമെങ്കിലും ശബ്ദിച്ചിരുന്നു. അത് ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. ഈ സർക്കാരിൻ്റെയും ഈ സർക്കാരിനെ നയിച്ചവരുടെയും ധാർഷ്ട്യവും അഹങ്കാരവും ധിക്കാരവുമൊക്കെ പരാജയ കാരണങ്ങളായിട്ട് CPMൻ്റെ കീഴ്കമ്മിറ്റികളിലും മേൽക്കമ്മിറ്റികളിലും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നടക്കുമ്പോൾ ബിനോയ്, നിങ്ങളുടെ പാർട്ടിയും ഈ മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായിരുന്നു.
ഇതിൻ്റെയൊക്കെ കൂട്ടു പങ്കാളിയായിരുന്നു, അല്ലെങ്കിൽ സർക്കാരിന് പറ്റിയ, അല്ലെങ്കിൽ മുന്നണിക്ക് പറ്റിയ ഈ തോൽവികളുടെയും പരാജയത്തിൻ്റെയും കൂട്ടുപ്രതികളായിരുന്നു. EP ജയരാജൻ ഇപ്പോൾ അനർഹനാണെന്ന് പറയുക. അദ്ദേഹം എത്ര കാലമായി നിങ്ങളുടെ കൺവീനറായിട്ട്? അദ്ദേഹം എങ്ങനെയാണ് ഈ കൺവീനർ പദവി കൊണ്ടു നടന്നതെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വല്ലപ്പോഴുമേ ഈ യോഗങ്ങൾക്ക് പോലും അദ്ദേഹം വന്നിരുന്നുള്ളൂ. അന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഇക്കാര്യം ഉന്നയിച്ചില്ല? ഒരു കൺവീനർ വളരെ പ്രധാനമാണ് മുന്നണിയെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന കാര്യത്തിൽ. അദ്ദേഹം BJP നേതാക്കളുമായി സംസർഗമുണ്ടായിരുന്നത് നിങ്ങൾക്കറിഞ്ഞുകൂടായിരുന്നു. പ്രകാശ് ജാവ്ദേക്കറുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ച അത് നിങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നില്ല എന്നാണോ പറയുന്നത്? നിങ്ങൾക്ക് അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെടാമായിരുന്നു. സംസ്ഥാന കൗൺസിൽ അത്തരത്തിലൊരു അഭിപ്രായം വന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾക്ക് എന്താണെന്ന് പറ്റിയത്? ഇപ്പോൾ പഴിച്ചിട്ട് എന്ത് കാര്യമാണ്? ഇപ്പോൾ നിങ്ങൾ മുന്നണി നേരത്തെ പഴിച്ച് ജനങ്ങളെ പൊട്ടന്മാരാക്കാം എന്നാണോ കരുതുന്നത്? ഈ ധൂർത്തിനെതിരെ നിങ്ങൾക്കൊരു ചെറു വിരലെങ്കിലും അനക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ഈ ഭാരിച്ച ചിലവുകളൊന്ന് ചുരുക്കാൻ നിങ്ങൾക്ക് നിർബന്ധിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ബിനോയ് ഒരുപക്ഷെ ഈ ക്ഷേമ പെൻഷനുകൾ കുറച്ചെങ്കിലും അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ബിനോയ്, നിങ്ങളിപ്പോൾ C. അച്യുതമേനോനെ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന് പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ബ്രാൻഡ് സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വളരെ ബോധപൂർവം നടത്തുന്നുണ്ട്. അദ്ദേഹം മികച്ച മുഖ്യമന്ത്രിയായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്നേക്കാൾ നന്നായിട്ട് അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. അങ്ങ് അന്നും പാർട്ടി കമ്മിറ്റികളിൽ ഉള്ള ആളായിരുന്നിരിക്കണമല്ലോ. ആ ഭരണകാലത്ത് അദ്ദേഹത്തെ 1 മണിക്കൂർ സ്വസ്ഥമായിട്ട് ഭരിക്കുന്നതിന് അന്നത്തെ CPM അനുവദിച്ചിട്ടുണ്ടോ? നിങ്ങളത് ഓർമ്മിക്കുന്നുണ്ടോ? ഒരു KSRTC ബസ് കത്തിച്ച് 3 പേരെ കൊല്ലുന്നിടത്തോളം CPMൻ്റെ ക്രൂരത എത്തി നിന്നത് നിങ്ങൾ മറന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് നല്ല നല്ല ഒന്നാം തരം പാർട്ടി സെക്രട്ടറിമാരുണ്ടായിരുന്നു. 1967 അന്നത്തെ സപ്തകക്ഷി സർക്കാർ CPIക്കെതിരെ നീങ്ങിയപ്പോൾ എമ്മനും TVയും ഒക്കെ അതിനെ ചെറുത്തു നിന്ന കഥ നിങ്ങൾ മറന്നിട്ടുണ്ടോ? പിന്നീട് വെളിയം ഭാർഗവൻ വന്നിട്ടുണ്ട്, CK ചന്ദ്രപ്പൻ വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ CPMൻ്റെ ഈ വലിയേട്ടൻ മനോഭാവത്തിനെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തി നിന്ന ആളുകളായിരുന്നു. അതിനുശേഷം താങ്കളുടെ മുൻഗാമി കാനമൻ രാജേന്ദ്രൻ ആദ്യകാലത്ത് മുന്നണിയിലെ ഒരു പ്രതിപക്ഷ സ്വരമായിരുന്നു, ഒരു തിരുത്തൽ സ്വരമായിരുന്നു. പിന്നീട് എപ്പോഴോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരു ഒത്തുതീർപ്പിൻ്റെ സ്വരം കലർന്നത്. ഇപ്പോഴെന്താണ് നിങ്ങളുടെ അവസ്ഥയെന്ന് നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കണം. അതായത് ഇടതുപക്ഷ മുന്നണിയിൽ റാൻ എന്ന് പറയുകയല്ലാതെ നേരെ നിന്ന് ഒരഭിപ്രായം പറയാൻ കഴിയാത്ത ഒരു സാമന്ത കക്ഷിയായിട്ട് CPI മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബിനോയ്, നിങ്ങൾ SFIയെ ഉപദേശിച്ചപ്പോൾ താങ്കൾ പറഞ്ഞ 100% ശരിയായ കാര്യമായിരുന്നു. ഇത് ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ രീതിയല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ SFIക്കാരും DYFIക്കാരും നിങ്ങളെ നാദാപുരത്തു നിന്ന് ജയിപ്പിച്ചു വിട്ട കഥ പറഞ്ഞപ്പോൾ നിങ്ങൾ നിശബ്ദനായി ഇരിക്കേണ്ടി വന്നത് ഇതുകൊണ്ടാണ്. നിങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് തിരുത്താൻ വേണ്ടിയാണ്. CPM തിരുത്തും എന്ന് പറയുന്നു. നിങ്ങളിപ്പോൾ ഈ സ്റ്റേറ്റ് കൗൺസിൽ കഴിഞ്ഞാൽ തിരുത്തൽ പരിപാടികൾ പ്രഖ്യാപിച്ചേക്കാം. പക്ഷേ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. താങ്കളുടെ സ്റ്റേറ്റ് കൗൺസിൽ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ച ഈ മുൻഗണന പിഴച്ച കാര്യം, അത് ഒരു ധൂർത്തിൻ്റെ കൂടെ ഒരു പരിണിത ഫലമായിരുന്നു. ആ തെറ്റ് വീണ്ടും ആവർത്തിക്കുകയാണ്. കേരളീയം എന്ന് പറയുന്ന പരിപാടി ഡിസംബറിൽ വീണ്ടും സംഘടിപ്പിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം 10-15 കോടി രൂപ ചെലവഴിച്ചു നടത്തിയ ഒരു മാമാങ്കമായിരുന്നു അത്. കേരളം എന്ന ബ്രാൻഡ് വിദേശങ്ങളിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി നടത്തി എന്നാണ് അന്ന് കൊട്ടിഘോഷിച്ചത്. എന്ത് ബ്രാൻഡാണ് ഉണ്ടായത്? എന്തു നേട്ടമാണ് കേരളത്തിനുണ്ടായത്? കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു. ഇന്നിപ്പോൾ അതിൽ പങ്കെടുത്ത കലാകാരന്മാർക്ക് 3 കോടി രൂപ കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. കരാറുകാർക്ക് കൊടുക്കാനുണ്ട്. ഇതിൽ എത്ര രൂപ ചെലവായി, എത്ര രൂപ സർക്കാർ നൽകി, എത്ര രൂപ സ്പോൺസർഷിപ്പ് കിട്ടി എന്ന് വിവരാവകാശം വഴി അന്വേഷിച്ചിട്ടും നിയമസഭയിൽ ചോദ്യം ചോദിച്ചിട്ടും അതിന് മറുപടി പോലുമില്ല. വാസ്തവത്തിൽ ഇത് കുറേ CPMകാർക്ക് പണമുണ്ടാക്കാൻ വേണ്ടി നടത്തിയ ഒരു അഭ്യാസ പ്രകടനമായിരുന്നു. അത് വീണ്ടും ഡിസംബറിൽ നടക്കുന്നു. ഒരു തെറ്റ് വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ്. തിരുത്തലിൻ്റെ ഇടയ്ക്ക് പഴയ ഒരു തെറ്റ് വീണ്ടും നടപ്പാക്കാൻ പോകുന്നു, വീണ്ടും ചെയ്യാൻ പോകുന്നു. ബിനോയ്, ഞാൻ അവസാനം ഒറ്റ വാചകം
ചോദിച്ചുകൊള്ളട്ടെ, ഈ ക്ഷേമ പെൻഷനുകൾ കൊടുത്തു തീരുന്നത് വരെയെങ്കിലും ഈ വഴിക്കുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ധൂർത്ത് നിർത്തിവെപ്പിക്കാൻ താങ്കളുടെ പാർട്ടിക്ക് സാധിക്കുമോ?